Hi everyone, Earth Leakage Circuit Breaker or ELCB. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ELCB യൂസ് ചെയ്യാറുണ്ട്. ELCBയുടെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ. The sensation of electric shock is caused by the flow of electric current through the human body to earth. നമുക്ക് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഷോക്ക് അടിച്ചു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? ശരിക്കും ഒരു ഇലക്ട്രിക് കറണ്ട് ഹ്യൂമൻ ബോഡിയിലൂടെ എർത്തിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബോഡിയിലൂടെ എർത്തിലേക്ക് കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്? കറണ്ട് എപ്പോഴും എന്ത് ചെയ്യും? ലോ റെസിസ്റ്റീവ് പാത്താണ് സെലക്ട് ചെയ്യുക, അത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ ഒരു പാത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് നേരെ ദേഹത്തൂടെ നമുക്ക് എർത്തിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡാമേജസ് കോസ്ഡ് ബൈ ദിസ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡ്യൂറേഷൻ. അപ്പോൾ ഈ കറണ്ട് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജസ് എന്ന് പറയുന്നതിൻ്റെ തീവ്രത എങ്ങനെയിരിക്കും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനും അതിൻ്റെ ഡ്യൂറേഷനും അനുസരിച്ചിരിക്കും. ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഒരു ഹൈ കറണ്ട് വരുവാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അല്ലെങ്കിൽ അത് എത്ര സമയത്തേക്ക് നിലനിൽക്കുന്നുണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജസ് എത്ര എക്സ്റ്റെൻറ്റ് കണ്ടുണ്ട് എന്ന് നോക്കാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ദ ലീക്കേജ് കറണ്ട് ഇൻ ദ ഓർഡർ ഓഫ് മില്ലി ആംപിയർ. ഈ ലീക്കേജ് കറണ്ട് സാധാരണ മില്ലി ആംപിയർ റേഞ്ചിലാണ് ഉണ്ടാവാറുള്ളത്. വെരി സ്മോൾ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഹെൻസ് അൺഡിറ്റക്റ്റഡ് ബൈ ദ ഫ്യൂസ് ഓർ MCB. ലീക്കേജ് കറണ്ടിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്യൂസിനോ നമ്മുടെ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിനോ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ദിസ് ഈസ് ദ മേജർ കോസ് ഫോർ ദ ഫയേഴ്സ് ഡ്യൂ ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി കാരണം ഉണ്ടാവാനുള്ള തീപിടുത്തം അങ്ങനെയുള്ളതിനൊക്കെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നതും അതാണ്. ഇതിൻ്റെ എമൗണ്ട് വളരെ കുറവായത് കാരണം അത് ഫ്യൂസസും അതുപോലെ MCBസും ഒന്നും ഡിറ്റക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ പോകുന്നത് ഒരു കറണ്ടാണത്. ലീക്കേജ് കറണ്ട് നമ്മൾ അറിയാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഫയേഴ്സൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. The leakage current to earth also results in the wastage of energy and excessive billing for electricity not actually being used. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ ഒരു എമൗണ്ട് ഇലക്ട്രിക് കറണ്ട് അവിടെ ലീക്കായി പോവുകയാണ്. അങ്ങനെ ലീക്കായി പോകും നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് തന്നെ വേസ്റ്റേജ് ഓഫ് എനർജിയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനും ചാൻസ് ഉണ്ട്. Then the residual current operated circuit breakers. Residual current operated circuit breakers RCCB, ELCBക്ക് പറയുന്ന മറ്റൊരു പേരാണ് RCCB, are used for providing maximum protection from electric shocks and fires and electricity wastage caused due to earth leakage current. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന എർത്ത് ലീക്കേജ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഷോക്കുകൾ, അതുപോലെ തീപിടുത്തങ്ങൾ, ദെൻ ഇലക്ട്രിക് വേസ്റ്റേജ്, ഇലക്ട്രിസിറ്റിയുടെ വേസ്റ്റേജും മാക്സിമം തടയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത് റെസിഡ്വൽ കറണ്ട് ഓപ്പറേറ്റഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ RCCB. റെസിഡ്വൽ കറണ്ട് ഓപ്പറേറ്റഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? റെസിഡ്വൽ കറണ്ട്, അതായത് അവിടെ ബാക്കി വരുന്ന ഒരു കറണ്ട്, ഒരു ചേഞ്ച് ഇൻ കറണ്ടിന് വെച്ചിട്ടായിരിക്കും ആ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. RCCBs ആർ പോപ്പുലർലി നോൺ ആസ് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നും പറയും. ആ എർത്ത് ലീക്കേജ്, ആ ലീക്കേജ് വരുന്ന കറണ്ടിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്? റെസിഡ്വൽ കറണ്ട് എന്ന് പറയുന്നത്. ബേസിക്കലി ELCBs ആർ ഓഫ് 2 ടൈപ്സ്. ELCB സാധാരണ 2 ടൈപ്പായിട്ട് വരാറുണ്ട്. ഒന്ന് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB ഉണ്ട്, കറണ്ട് ഓപ്പറേറ്റഡ് ELCB ഉണ്ട്. വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB എന്ന് പറയുമ്പം അവിടെ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും മെഷർ ചെയ്യുന്നത്? ഏത് ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് ആയിരിക്കും മെഷർ ചെയ്യുക? വോൾട്ടേജിൽ വരുന്ന ചേഞ്ചാണ് അവിടെ മെഷർ ചെയ്യുക. കറണ്ട് ഓപ്പറേറ്റഡ് ELCB എന്ന് പറയുമ്പം കറണ്ടിൽ വരുന്ന ചേഞ്ച് ആയിരിക്കും മെഷർ ചെയ്യുക. ദെൻ ഫസ്റ്റ് വൺ, വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB. ഒരു വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCBയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് എ സർക്യൂട്ട്. ELCB സാധാരണ രീതിയിൽ തന്നെ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും അതിനെ ബ്രേക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് MCB, നമ്മൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഇലക്ട്രിക് കറണ്ട്, എക്സ്ട്രാ ഇലക്ട്രിക് കറണ്ടോ ഷോക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും എന്ത് ചെയ്യണം? ആ സർക്യൂട്ടിനെ സപ്ലൈയിൽ നിന്നും ബ്രേക്ക് ചെയ്ത് കളയണം.
അങ്ങനെ ബ്രേക്ക് ചെയ്ത് കളയാനും തിരിച്ചത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മെയ്ക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? ELCBനെ യൂസ് ചെയ്യുന്നത്. Automatically trips or break the circuit when the potential difference between the protected metalwork of the installation and the general mass of the earth exceeds 24 volt. അപ്പോൾ എന്താ പറയുന്നത്? ഒരു നമ്മൾ പ്രൊട്ടക്റ്റീവ് പീസ്, അതായത് നമ്മൾ ഏതൊരു ഇൻസ്റ്റലേഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, നമ്മുടെ വീട്ടിൻ്റെ അകത്തോ ഇൻഡസ്ട്രിയിലോ ഉണ്ടാകുന്ന ഏതൊരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനോ ആയിക്കോട്ടെ, അതിൻ്റെ പ്രൊട്ടക്റ്റഡ് മെറ്റൽ വർക്ക്, അതിൻ്റെ ചുറ്റുമുള്ളൊരു മെറ്റൽ വർക്കിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ELCB യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെറ്റൽ വർക്കും എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ ഇതാണ് മെറ്റൽ വർക്ക്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള മെറ്റൽ വർക്ക് അല്ലെങ്കിൽ ലോഡായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇതാണ്. ഒരു ഫേസും ഉണ്ട്, ന്യൂട്രലും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോഡ് കണക്ട് ചെയ്തു. ആ ലോഡ് നമ്മളൊരു ഇൻസ്റ്റലേഷൻ ആക്കിയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റൽ വർക്ക് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മെറ്റൽ വർക്കും എർത്തും ഇവിടെ ആ ലൈൻ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 വോൾട്ടിനും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ELCB ട്രിപ്പായി പോകും. എന്നിട്ട് ആ സർക്യൂട്ടിനെ ഈ സപ്ലൈയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കളയും. ദിസ് വോൾട്ടേജ് സിഗ്നൽ വിൽ കോസ് ദ റിലേ ടു ഓപ്പറേറ്റ്. ഈ ചേഞ്ച് വരുന്ന ഈ വോൾട്ടേജ് സിഗ്നൽ, അതായത് 24 വോൾട്ടിനും മേലേക്ക് വരുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ വോൾട്ടേജ് സിഗ്നലാണ് ഈ ഓപ്പറേറ്റിംഗ് കോയിൽ, റിലേയുടെ ഓപ്പറേറ്റിംഗ് കോയിലിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഈ റിലേ വർക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും? ഈ സപ്ലൈയിലേക്ക് സിഗ്നൽ പോവും. സോ ആ സപ്ലൈനെ എന്ത് ചെയ്യും? അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. യൂസ്ഡ് വേർ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് IEE വയറിംഗ് റെഗുലേഷൻ ബൈ ഡയറക്റ്റ് എർത്തിങ് ഓർ വേർ അഡീഷണൽ പ്രൊട്ടക്ഷൻ ഈസ് ഡിസൈറബിൾ. IE എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് സാധാരണ നമ്മുടെ വയറിങ്ങിന് വേണ്ടിയിട്ടെല്ലാം സാധാരണ ഒരു റെഗുലേഷൻസ് അവർ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റെഗുലേഷൻസ് നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് ആ റെഗുലേഷൻസിലേക്ക് എത്താൻ പറ്റുന്നില്ല അവിടെ. പക്ഷേ എന്താണ്, അവിടെ ഡയറക്റ്റ് എർത്തിങ് നമുക്ക് ചെയ്യാൻ വയ്യ. അങ്ങനെ ഡയറക്റ്റ് എർത്തിങ് ചെയ്തിട്ട് അവരുടെ IEE റെഗുലേഷൻസ് നമുക്ക് പാലിക്കാൻ സാധിക്കുന്നുമില്ല. പക്ഷെ അവിടെ അഡീഷണൽ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് വരുന്നുമുണ്ട്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ സാധാരണ ഈ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCBs യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കറണ്ട് ഓപ്പറേറ്റഡ് ELCB. ഇപ്പം നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? വോൾട്ടേജിൽ വരുന്ന ഒരു ചേഞ്ചിന് സിഗ്നൽ, ആ വോൾട്ടേജ് സിഗ്നലിനെ മെഷർ ചെയ്തിട്ട് അതായിരുന്നു ആ റിലേ കോയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത്. കറണ്ട് ഓപ്പറേറ്റഡ് ELCB എന്ന് പറയുമ്പോൾ നോർമലി എന്തായിരിക്കും? അവിടെ കറണ്ടിൽ വരുന്ന വ്യത്യാസത്തെ ആയിരിക്കും ELCB മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് എ സർക്യൂട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് എ സർക്യൂട്ട്, ഒരു സർക്യൂട്ട് മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ ഫോർ ബ്രേക്കിംഗ് എ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി, ഒരു സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി വെൻ ദ വെക്റ്റർ സം ഓഫ് ദ കറണ്ട് ഇൻ ഓൾ കണ്ടക്ടേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം 0 ബൈ എ പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ട്. നമുക്കറിയാം, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കിർച്ചോഫ് വോൾട്ടേജ് ലോയും കിർച്ചോഫ് കറണ്ട് ലോയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അതായത് ഒരു സർക്യൂട്ടിൽ മൊത്തം വരുന്ന കറണ്ട്, അതിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ കറണ്ടിൻ്റെയും സം എടുത്തു കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അതായത് നമ്മൾ കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ട് പറയുന്നത് ഒരു നോഡിലേക്ക് വരുന്ന കറണ്ടിന് അല്ല ആ നോഡിൽ നിന്ന് പോകുന്ന കറണ്ടും എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? അതിൻ്റെ സമ്മ് നമുക്ക് 0 കിട്ടണം. അപ്പോൾ ഈ കേസിൽ ഒരു സർക്യൂട്ട്, നമുക്കൊരു ഫേസും ന്യൂട്രലും മാത്രമുള്ള ഒരു സർക്യൂട്ടാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ഫേസിലൂടെ വരുന്ന അതേ കറണ്ട് തന്നെ ന്യൂട്രലിലൂടെ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. അപ്പോൾ രണ്ടിൻ്റെയും സമ്മ് എന്തായിരിക്കും? 0 ആയിരിക്കും. മൊത്തം വന്ന കറണ്ട് അതുപോലെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പോവാതെ അതിൻ്റെ വെക്റ്റർ സമ്മ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ, നമ്മൾ ആദ്യമേ നിശ്ചയിച്ച് വെച്ച ഒരു പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ട്, നമ്മൾ നിശ്ചയിച്ച് വെച്ച ഒരു എമൗണ്ടിനേക്കാളും, അതായത് 0യിൽ നിന്നും ആ എമൗണ്ടിനേക്കാളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ വെയിറ്റ് ചെയ്യരുത്, ഓട്ടോമാറ്റിക്കായിട്ടും ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് ഓപ്പറേറ്റഡ് ELCB യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് മെഷർ ചെയ്യുന്നത്? കറണ്ടാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. മച്ച് മോർ റിലയബിൾ ഇൻ ഓപ്പറേഷൻ, ഈസിയർ ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. അപ്പോൾ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCBനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസിയറാണ്, ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് ഈസിയാണ്, അതുപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. റിലയബിൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിശ്വാസ്യതയുള്ള ഓപ്പറേഷനാണ് ഇവിടെ ELCB പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി കറണ്ട് ഓപ്പറേറ്റഡ് DLCBയുടെ കൺസ്ട്രക്ഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് കറണ്ട് ഓപ്പറേറ്റഡ് DLCB ആണ്. അപ്പോൾ കറണ്ട് ഓപ്പറേറ്റഡ് DLCBയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടൊറോയിഡ് റിംഗ് മെയ്ഡ് ഓഫ് ഹൈ പെർമിയബിലിറ്റി മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇതിൽ മെയിനായിട്ട് എന്താണുള്ളത്? ഒരു ടൊറോയിഡ് റിംഗ് ആണ്. ടൊറോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു കണ്ടക്ടർ വെച്ച് വൈൻഡ് ചെയ്തിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റിംഗ് ഷേപ്പിൽ നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിനെയാണ് ഒരു ടൊറോയിഡ് റിംഗ് എന്ന് പറയാം. ഇതുപോലെ ഒരു ടൊറോയിഡ് റിംഗ് ആണുള്ളത്. ആ ടൊറോയിഡ് റിംഗ് എന്തായിരിക്കും? ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഹൈ പെർമിയബിലിറ്റി മാഗ്നറ്റിക് മെറ്റീരിയൽ. ഹൈ പെർമിയബിലിറ്റി മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പം ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അതിന് പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. പെർമിയബിലിറ്റി കൂടുതൽ എന്ന് പറയുമ്പം മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസിനെ കടത്തിവിടാനുള്ളതിൻ്റെ കഴിവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിനെയാണ് ഹൈ പെർമിയബിലിറ്റി എന്ന് പറയുക. ഇറ്റ് ഹാസ് 2 primary windings, each carrying the current flowing through the phase and neutral of the installation. അപ്പോൾ ഈ ടൊറോയിഡ് റിങ്ങിന് എന്താ ഉള്ളത്? 2 പ്രൈമറി വൈൻഡിങ് ഉണ്ട്. 2 പ്രൈമറി വൈൻഡിങ് എന്ന് പറയുമ്പം ഒരു പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഫേസ് ലൈനും അല്ലെങ്കിൽ ഫേസ് കറണ്ടിനെയും കടത്തിവിടും. മറ്റേ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഇൻസ്റ്റലേഷനിലൂടെ ന്യൂട്രൽ കറണ്ടിനെയും കടത്തിവിടും. The secondary winding is connected to a highly sensitive electromagnetic trip relay which operates the trip mechanism. ഇനി എന്തുണ്ടാവും? 2 പ്രൈമറി വൈൻഡിങ്ങും ഒരു സെക്കൻഡറി വൈൻഡിങ്ങും കൂടി ഉണ്ടാവും. ഈ ടൊറോയിഡിൻ്റെ മേലെ ചുറ്റി വെച്ചിട്ടുള്ളതാണ്. ഈ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇലക്ട്രോമാഗ്നറ്റിക് ട്രിപ്പ് റിലേയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ആ സെക്കൻഡറി വൈൻഡിങ്ങിന് ഒരു ഹൈ സെൻസിറ്റീവ് എന്ന് പറയുമ്പം പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന, എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ട്രിപ്പ് റിലേയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. വിച്ച് ഓപ്പറേറ്റ്സ് ദ ട്രിപ്പ് മെക്കാനിസം. ഈ ട്രിപ്പ് റിലേ വർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രിപ്പ് റിലേ വർക്ക് ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ട്രിപ്പ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു ടൊറോയിഡ് റിംഗ് ആണുള്ളത്. ആ ടൊറോയിഡ് റിംഗിൽ ഒരു പ്രൈമറി വൈൻഡിങ്, മേലൊരു പ്രൈമറി വൈൻഡിങ്, താഴെ ഒരു പ്രൈമറി വൈൻഡിങ്, 2 പ്രൈമറി വൈൻഡിങ് ഉണ്ട്. അതുപോലെ ഒരു സെക്കൻഡറി വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനേക്ക് എക്രോസൈറ്റ് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേ കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ടൊറോയിഡ് എന്ന് പറയുന്നത്. ടൊറോയിഡ് മെറ്റീരിയൽ ഇതാണ്, ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ഈ റിംഗ് ആണ്. ദ റെസിഡ്വൽ കറണ്ട് ഡിവൈസ്, RCD, റെസിഡ്വൽ കറണ്ട് ഡിവൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു റെസിഡ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ചേഞ്ച് സീറോ അല്ലാതെ നമുക്ക് കിട്ടുന്ന ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിഡ്വൽ എന്ന് പറയുന്നത്. സോ റെസിഡ്വൽ കറണ്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ റെസിഡ്വൽ കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസിനെയാണ് റെസിഡ്വൽ കറണ്ട് ഡിവൈസ് എന്ന് പറയുന്നത്. The RCD is a circuit breaker which continuously compares the current in the phase with that in the neutral. അപ്പോൾ ഇവിടെ ഈ RCD എന്താ ചെയ്യുന്നത്? ഈ ഫേസിൽ നിന്ന് വരുന്ന കറണ്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ടുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫേസിൽ വരുന്ന കറണ്ടും നമ്മുടെ ന്യൂട്രലിൽ വരുന്ന കറണ്ടിനെയും കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ഈ RCD വർക്ക് ചെയ്യുന്നത്. The difference between the two is called as the residual current which is flowing to the earth. അപ്പോൾ സാധാരണഗതിയിൽ ഷോക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് എക്സ്ട്രാ കറണ്ട് വരും. അത് എന്ത് സംഭവിക്കും? എർത്തിലൂടെ പാസ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ ഫേസിലൂടെ വരുന്ന കറണ്ടും ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യും. എർത്ത് ഫോൾട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫേസിലൂടെ വരുന്ന കറണ്ട് അതുപോലെ ന്യൂട്രലിലൂടെ പോകും. അപ്പോൾ അതിൻ്റെ സം എന്താവും? 0 ആവും. പക്ഷേ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് വരുവാണെങ്കിൽ അത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല? 0 കിട്ടില്ല. ആ കറണ്ട് ഏതിലൂടെ ആയിരിക്കും പോവുക? എർത്തിലൂടെ, ലോ റെസിസ്റ്റൻസ് പാത്ത് ആയിട്ടുള്ള എർത്തിലൂടെ ആയിരിക്കും ആ കറണ്ട് പാസ് ചെയ്ത് പോവുക. The purpose of residual current device is to monitor the residual current and to switch off the circuit if it rises above a preset level. അപ്പോൾ ഈ RCDയുടെ പർപ്പസ് എന്താണ്? ഇതുപോലെയുള്ള റെസിഡ്വൽ കറണ്ടിനെ എപ്പോഴും മോണിറ്റർ ചെയ്യുക. റെസിഡ്വൽ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ ഒരു പ്രീസെറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നിശ്ചയിച്ച് വെച്ച ഒരു ലെവൽ, ആ ലെവലിന് മുകളിലേക്ക് അത് എപ്പോൾ എത്തുന്നോ ആ സമയത്ത് ആ സർക്യൂട്ടിന് മെയിൻ സപ്ലൈയിൽ നിന്നും സ്വിച്ച് ഓഫ് ചെയ്ത് കളയുക എന്നതാണ് ഏതിൻ്റെ പർപ്പസ്? ഈ റെസിഡ്വൽ കറണ്ട് ഡിവൈസിൻ്റെ പർപ്പസ്. ഫേസ് ആൻഡ് ന്യൂട്രൽ കറണ്ട് പാസ് ത്രൂ ഐഡൻറ്റിക്കൽ കോയിൽസ് വൗണ്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓൺ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിന് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് ഏത് വൗണ്ട് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഒരു ഫേസിന് വേണ്ടിയിട്ട് ഒരു പ്രൈമറി കോയിലുണ്ട്, അതുപോലെ ന്യൂട്രലിന് വേണ്ടിയിട്ടൊരു പ്രൈമറി കോയിലുണ്ട്. ഈ 2 പ്രൈമറി കോയിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. 2 ഐഡൻറ്റിക്കൽ കോയിൽസ് ആണ്. ഒരേ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും, ഒരേ മെറ്റീരിയൽ ആയിരിക്കും, ഒരേ തിക്നെസ് ഉള്ള 2 ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ കോയിൽസ് 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക.
അതുകൊണ്ട് തന്നെ ഫേസിലൂടെ വരുന്ന കറണ്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. അവിടെയാണ് അത് രണ്ടും കമ്പയർ ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മൾ ഫേസിലൂടെ എക്സ്ട്രാ കറണ്ട് വന്നു എന്ന് വിചാരിക്കുക, അതായത് ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് ഫേസിലൂടെ കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രലിലൂടെ പോവാതെ ആ എക്സ്ട്രാ വരുന്ന കറണ്ട് എന്ത് ചെയ്യും, എർത്തിലൂടെ പോകും. അങ്ങനെ എർത്തിലൂടെ പോകുന്ന സമയത്ത് ഫേസിലൂടെ വന്ന കറണ്ടും ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ടും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. ആ ഡിഫറൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. Each coil will provide equal but opposing number of ampere turns when there is no residual current. ഇവിടെ എന്താ ചെയ്യണേ, ഓരോ കോയിലും ആംബിയർ ടേൺസ് എന്ന് പറയുമ്പോൾ അതിന് MMF, ആംബിയർ ടേൺസ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോയിൽ എടുത്ത് നോക്കിയാലും അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ ഫേസിലും ന്യൂട്രലും ആംബിയർ ടേൺസ് അതിൻ്റെ കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി സാധാരണഗതിയിൽ റെസിഡ്വൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ദ ഒപ്പോസിങ് ആംബിയർ ടേൺസ് വിൽ ക്യാൻസൽ ആൻഡ് നോ മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ബി സെറ്റപ്പ് ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ ഈ രണ്ട് ആംബിയർ ടേൺസ്, നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്ന മോട്ടീവ് ഫോഴ്സ് ഏതാണ്, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. അതാണ് ഇവിടെ നമ്മുടെ ആംബിയർ ടേൺസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ആംബിയർ ടേൺസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ റെസിഡ്വൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തുണ്ടാവില്ല, ഈ രണ്ട് മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകുന്നത് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല. സോ എന്ത് സംഭവിക്കും, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സേ ക്രിയേറ്റ് ചെയ്യണില്ല. In a healthy circuit, the sum of the current in the phase is equal to the current in the neutral and the vector sum of all the current is equal to 0. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ഹെൽത്തി സർക്യൂട്ട് ആണെങ്കിൽ ഫേസിലൂടെ വരുന്ന കറണ്ടിനെയും ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ടിനെയും കൂടി നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കണം, അതിൻ്റെ വെക്റ്റർ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി if there is any insulation failure അല്ലെങ്കിൽ ഇൻസുലേഷൻ ഫോൾട്ട് in the circuit when leakage current flows to the earth, ഇനി എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ ഫോൾട്ടുകൾ, ഇൻസുലേഷൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഫോൾട്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ടിൽ എന്താ സംഭവിക്കുക, ലീക്കേജ് കറണ്ട് ഉണ്ടാവും. ആ ലീക്കേജ് കറണ്ട് അപ്പോൾ ഏതിലൂടെ പോവും, എർത്തിലൂടെ പാസ് ചെയ്യും. ദിസ് റെസിഡ്വൽ കറണ്ട് passes to the circuit through the phase coil but returns to the earth path and avoids the neutral coil which will therefore carry the less current. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ റെസിഡ്വൽ കറണ്ട്, അവിടെ വരുന്ന റെസിഡ്വൽ കറണ്ട് നമ്മുടെ ഫേസ് കോയിലിലൂടെ ഈ റെസിഡ്വൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കറണ്ട് എന്ത് ചെയ്യില്ല, ന്യൂട്രലിലൂടെ പോവില്ല. ന്യൂട്രലിനെ ഒഴിവാക്കിയിട്ട് പകരം അത് ഏതിലൂടെ പോകും, എർത്ത് കോയിലിലൂടെ അല്ലെങ്കിൽ എർത്ത് വയറിലൂടെ പാസ് ചെയ്യും. എർത്ത് പാത്തിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, ന്യൂട്രലിൽ ഫേസിലുള്ള അത്രയും കറണ്ട് ന്യൂട്രലിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് വരും, റെസിഡ്വൽ കറണ്ട് വരും. ഇഫ് ദ ഫേസ് ആംബിയർ ടേൺസ് എക്സീഡ്സ് ദ ന്യൂട്രൽ ആംബിയർ ടേൺസ് and an alternating magnetic flux results in the core. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഫേസിലുണ്ടാവുന്ന ആംബിയർ ടേൺസും ന്യൂട്രലിലുണ്ടാവുന്ന ആംബിയർ ടേൺസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് രണ്ടിനെയും സം ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. ഇവിടെ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവില്ല. ഫേസ് ആംബിയർ ടേൺസ് ന്യൂട്രൽ ആംബിയർ ടേൺസിനേക്കാളും കൂടുതൽ വരും. സോ എന്ത് സംഭവിക്കും, അവിടെ റെസിഡ്വൽ ആംബിയർ ടേൺസ് അല്ലെങ്കിൽ ആംബിയർ ടേൺസിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ആംബിയർ ടേൺസിലെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് കോറിൽ ക്രിയേറ്റ് ചെയ്യും. The flux links with the secondary coil wound on the same magnetic circuit inducing an EMF into it. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു കോയിലുമായിട്ടൊരു ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും അല്ലെങ്കിൽ ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. ഫാരഡേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ആ കോയിലിൽ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അവിടെ അങ്ങനെയാണ് സെക്കൻഡറി കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഇൻഡ്യൂസ് ചെയ്ത EMFനെയാണ് ആര് മെഷർ ചെയ്യുന്നത്, ആ റിലേ കോയിൽ മെഷർ ചെയ്യുന്നത്. The value of this EMF depends on the residual current. ഇവിടെ ഉണ്ടാവുന്ന EMF എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റെസിഡ്വൽ കറണ്ടിന്. എത്ര കണ്ട് കറണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടോ അത്രയും EMFിൻ്റെ വാല്യൂവിൽ മാറ്റം വരും. So it drives a current to the tripping system which depends on the difference between them and the neutral current. അപ്പോൾ ഫേസ് കറണ്ടിനെയും ന്യൂട്രൽ കറണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് ആ ഡിഫറൻസിനനുസരിച്ചിട്ടുള്ള ഒരു EMF ആണ് അവിടെ സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ്ഡ് ആവുന്നത്. ആ EMFനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ട്രിപ്പിംഗ് മെക്കാനിസം വർക്ക് ചെയ്യും. വെൻ ട്രിപ്പിംഗ് കറണ്ട് റീച്ചസ് എ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ
Then the circuit breaker trips and opens the main contacts and thus interrupts the circuit. ഇനി ട്രിപ്പിംഗ് കോയിൽ അല്ലെങ്കിൽ ട്രിപ്പിംഗ് കറണ്ട് പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂവിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യും, സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പായി പോകും. സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന കോണ്ടാക്ട്സിനെ ഓപ്പൺ ചെയ്യും, സർക്യൂട്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും. ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം സർക്യൂട്ടിനെ അതിൽ നിന്നും തടസ്സപ്പെടുത്തുക, സപ്ലൈയിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതിനെയാണ് ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്ന് പറയാം. A three-phase four-wire electric system can also be protected by using a four-pole RCCB. അപ്പോൾ ഒരു 3-phase 4-wire ഇലക്ട്രിക് സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അവിടെ എത്ര പോലുള്ള RCCB വേണ്ടി വരും? 4 പോലുള്ള RCCB വേണ്ടി വരും. 3 ഫേസിനും ഓരോന്ന്, പിന്നെ ന്യൂട്രലിനും ഓരോന്ന്, അങ്ങനെ മൊത്തം 4 പോലുള്ള RCCB ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. 4-പോൾ വേർഷനും അതുപോലെ 2-പോൾ വേർഷനുമാണ്. ഇതാണ് 4-പോൾ RCCB. നെക്സ്റ്റ് വണ് 2-പോൾ RCCB. 4-പോൾ എന്ന് പറയുമ്പോൾ 3 ഫേസിന് ഓരോന്നുണ്ടാവും, ന്യൂട്രലിന് ഓരോന്നുണ്ടാവും. അതുപോലെ ഇവിടെയാണെങ്കിൽ ഒരു ഫേസ് ഒരു ന്യൂട്രൽ. ഇനി അതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ടെസ്റ്റ് സ്വിച്ച്. നമ്മുടെ ALCBക്കകത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ALC നമുക്കൊരു ടെസ്റ്റ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. എന്തിനാണ് ഈ ടെസ്റ്റ് സ്വിച്ച്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഫങ്ഷനിങ് ഓഫ് ELCB. ELCBയുടെ ഫങ്ഷനിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് സ്വിച്ച്. ഇതാണ് ടെസ്റ്റ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. When the test button is pressed, it circulates additional current through the neutral coil, which is determined by the value of a current limiting resistor. ഇവിടെ ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ വെച്ചിട്ടുണ്ടാവും. ആ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏത് വരിക. നമ്മൾ ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ കറണ്ട് ഫ്ലോ ചെയ്യും, ഒരു അഡീഷണൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ അഡീഷണൽ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവണം, സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെയിലിയർ വരാതെ തന്നെ അതുപോലെ ഒരു സിറ്റുവേഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അഡീഷണൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ അഡീഷണൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ അതിനകത്ത് വെക്കുന്ന കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് വരിക. ആസ് എ റിസൾട്ട് ദർ എക്സിസ്റ്റിംഗ് എ ഡിഫറൻസ് ഇൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫേസ് ആൻഡ് ദ ന്യൂട്രൽ കോയിൽ ആൻഡ് ഹെൻസ് ദ ELCB ട്രിപ്സ് ഓഫ്. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. അഡീഷണൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഫേസിലും ന്യൂട്രലും ഉണ്ടാകുന്ന കറണ്ട് ആംബിയർ ടേൺസ് തമ്മിൽ എന്തുണ്ടാവും? ഡിഫറൻസ് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ELCB ട്രിപ്പ് ആവും. അങ്ങനെ ELCB അഡീഷണൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഈ ടെസ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇനി സാധാരണ യൂസ് ചെയ്യാറുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ്. ഒരു ELCB നമ്മൾ വാങ്ങുന്ന സമയത്ത് അവിടെ വരുന്ന ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? കറണ്ട് റേറ്റിംഗ്സ് ഓഫ് ELCB. സാധാരണ വരുന്ന ELCBയുടെ കറണ്ട് റേറ്റിംഗ്സ് ഏതൊക്കെയാണ്? 25 ആംപിയർ വരാറുണ്ട്, 40 ആംപിയർ, അതുപോലെ 63 ആംപിയറിൽ വരാറുണ്ട്. നമ്പർ ഓഫ് പോൾസ് 2 പോൾസും 4 പോൾസും. സിംഗിൾ ഫേസ് സപ്ലൈക്ക് ആണെങ്കിൽ 2 പോൾസും, 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ 4 പോളുമാണ് വരാറുള്ളത്. അതിൻ്റെ നോമിനൽ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുമ്പം 240 to 415 വോൾട്ട്. 240 നിന്ന് 415 വോൾട്ടിലേക്ക് ആ രണ്ട് റേഞ്ചിലാണ് വരാറുള്ളത്. 50 ഹെർട്സ് സാധാരണഗതിയിൽ നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് 50 ഹെർട്സിലാണ് വരാറുള്ളത്. അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ലീക്കേജ് കറണ്ട്, എത്ര വാല്യൂ ലീക്കേജ് കറണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യണത് എന്നറിയാൻ വേണ്ടിയിട്ട്. ELCBs are designed to trip at leakage currents of 30 milliampere, 100 milliampere and 300 milliampere. ഈ 3 റേഞ്ചിലാണ് സാധാരണ അതിൻ്റെ ലീക്കേജ് കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യാറുള്ളത്. ലീക്കേജ് കറണ്ട് 30 മില്ലിയാമ്പിയർ, അതുപോലെ 100 മില്ലിയാമ്പിയർ, 300 മില്ലിയാമ്പിയർ, ഈ റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർക്യൂട്ട് ട്രിപ്പ് ആവും. അങ്ങനെ ഈ 3 റേഞ്ചിലുള്ള ELCBs ആണ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇതിന് ഇലക്ട്രിക് ലൈഫ് ഇലക്ട്രിക് ലൈഫ് പറയുകയാണെങ്കിൽ മോർ ദാൻ 10,000 ഓപ്പറേഷൻസ്, 10,000 പ്രാവശ്യം ട്രിപ്പ് ചെയ്യുക. അതായത് 10,000 ഓപ്പറേഷൻസിലും കൂടുതൽ അതിൻ്റെ ഇലക്ട്രിക് ലൈഫ് വരുന്നുണ്ട്. അതുപോലെ മെക്കാനിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സിൻ്റെ ലൈഫ്, ഈ കോണ്ടാക്ട്സിൻ്റെ ഒക്കെ ലൈഫാണ് പറയണത്. അതെന്ന് പറയുന്നത് ഒരു 20,000 മുതൽ 1,00,000 വരെയുള്ള ഓപ്പറേഷൻസ് ഒരു ELCBക്കകത്ത് നടത്താൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വോൺ ഔട്ട് ആവാൻ തുടങ്ങും. ട്രിപ്പിംഗ് ടൈം, ഇനി അത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ചെയ്യാൻ, അതായത് നാളെ സർക്യൂട്ടിൽ നിന്നും ഈ ELCB വെച്ചിട്ട് നമ്മുടെ സർക്യൂട്ടിനെ സപ്ലൈയിൽ നിന്നും ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് എടുക്കുന്ന സമയം, എത്ര ടൈം ലാഗ് വരുന്നുണ്ടെന്ന്. അത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 30 മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ അവിടെ എന്ത് ചെയ്യും? ട്രിപ്പിംഗ് നടക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഒരു കേസ് പറയുന്നത് ടൈം ഡിലേഡ് RCCB. ഇൻ സം കേസസ് മോർ ദാൻ 1 RCCB ഈസ് യൂസ്ഡ് ഇൻ എൻ ഇൻസ്റ്റലേഷൻ. ചില കേസിൽ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇൻസ്റ്റലേഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ RCCB ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ മേ ബി പ്രൊട്ടക്റ്റഡ് ബൈ എൻ RCCB റേറ്റഡ് അറ്റ് 100 milliampere, while a socket intended for equipment may be protected by 30 milliampere device. അതായത്
സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ മൊത്തമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന RCCB എത്രയായിരിക്കും? 100 മില്ലി ആംപിയറിൽ റേറ്റഡ് ആയിട്ടുള്ളൊരു RCCB ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു സോക്കറ്റ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു സോക്കറ്റിൽ പെർട്ടിക്കുലർ എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു സോക്കറ്റ് ആണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 30 മില്ലി ആംപിയറിൻ്റെ ഒരു സെപ്പറേറ്റ് ഡിവൈസ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? ഡിസ്ക്രിമിനേഷൻ ഓഫ് ദി 2 ഡിവൈസസ് ദെൻ ബിക്കം ഇമ്പോർട്ടൻറ്റ്. അതായത് 2 ഡിവൈസ് തമ്മിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ടത് അത് ഡിഫറെൻ്റ് ആണ്. അതായത് 2 ഡിവൈസിനെയും നമുക്ക് വേർതിരിച്ച് കാണണം. അതായത് രണ്ടിലേക്കും വരുന്ന കറണ്ട് രണ്ടും ഒരേ കറണ്ടിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതിയാവില്ല. രണ്ടിനും ഇപ്പം മൊത്തം സർക്യൂട്ടിൽ 100 മില്ലി ആംപിയറിൽ കൂടുതൽ വരുമ്പോൾ ട്രിപ്പായാൽ മതിയാവും. പക്ഷേ ഈ പറയുന്ന ഒരു പ്രത്യേക ഡിവൈസ്, ആ ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 30 മില്ലി ആംപിയർ കറണ്ട് വരുമ്പോൾ തന്നെ അതിനെ ട്രിപ്പാക്കി കളയണം, അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് അടിച്ചു പോകും. അപ്പോൾ ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യുന്ന സോക്കറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേറെ ELCB 30 മില്ലി ആംപിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ELCB നമ്മൾ അതിനകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മൊത്തം കണക്ട് ചെയ്യുന്ന 100 മില്ലി ആംപിയർ വരെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്യുപ്മെൻറ്റ് ഡാമേജ് ആയി പോകും. An earth fault occurs in the equipment giving an earth fault current of 250 milliampere. സാധാരണഗതിയിൽ ഒരു എർത്ത് ഫോൾട്ട് ഒക്കർ ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് 250 milliampere റേഞ്ചിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിൻസ് ദ ഫോൾട്ട് കറണ്ട് ഈസ് ഹയർ ദാൻ ദി ഓപ്പറേറ്റിംഗ് കറണ്ട് ഓഫ് ബോത്ത് ഡിവൈസസ് ബോത്ത് വിൽ ട്രിപ്പ്. അപ്പോൾ 250 മില്ലി ആംപിയറിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കറണ്ടും അവിടെ എല്ലാ എക്യുപ്മെൻറ്റ്സും എന്തായി പോകും? ട്രിപ്പായി പോകും. ആവശ്യമില്ലാത്ത എക്യുപ്മെൻറ്റ്സും ട്രിപ്പായി പോകും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ELCB വേറെ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. It does not follow that the device with the smaller operating current will trip first. ഇവിടെ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് കറണ്ട് കുറവുള്ള എക്യുപ്മെൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ELCB ആദ്യം ട്രിപ്പ് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജർ ഓപ്പറേറ്റിംഗ് കറണ്ട് വരുന്നത് ആദ്യം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ലാർജർ ഓപ്പറേറ്റിംഗ് കറണ്ട് ഉള്ളത് കുറച്ച് ഡിലേ ടൈം ആദ്യം വർക്ക് ചെയ്യല്ല, അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം നമ്മൾ ആ ഒരു ഡിവൈസിന് ലാർജർ ഓപ്പറേറ്റിംഗ് കറണ്ടിൽ ട്രിപ്പ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഡിവൈസിലേക്ക് നമ്മളൊരു ടൈം ഡിലേ മനഃപൂർവ്വം പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള RCCBനെയാണ് ടൈം ഡിലേഡ് RCCB എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ടൈം ഡിലേഡ് RCCBക്കകത്ത് ഇപ്പോൾ 30 മില്ലി ആംപിയർ എത്തിക്കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിനെ അങ്ങ് ട്രിപ്പായി കളയും. അത് കഴിഞ്ഞാൽ ലാർജർ ഓപ്പറേറ്റഡ് സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യണം? മനഃപൂർവ്വം അതിനകത്തേക്ക് ഒരു ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സർക്യൂട്ടിനെ അതെന്ത് ചെയ്യില്ല? ബ്രേക്ക് ചെയ്യില്ല. എന്നിട്ട് അതിനെ ഒരു 100 മില്ലി ആംപിയർ മതി എന്നുണ്ടെങ്കിൽ ആ 100 മില്ലി ആംപിയർ എത്തുമ്പോൾ മാത്രമേ അതിനെന്ത് ചെയ്യുള്ളൂ? ട്രിപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ മനഃപൂർവ്വം ഒരു ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് റിലേനെയാണ് നമ്മൾ എന്താ പറയുക? ടൈം ഡിലേയിൽ RCCB എന്ന് പറയുന്നത്. ഇനി എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ്. എർത്ത് ഫോൾട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ എർത്ത് ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കറണ്ട് പോകുന്ന പാത്തിൽ, കറണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്ന എർത്തിലേക്ക് പോകുന്ന ആ പാത്തിനെയാണ് നമ്മൾ എർത്ത് പാത്ത് എന്ന് പറയുക. ഈ എർത്ത് പാത്തിലുണ്ടാവുന്ന ലൂപ്പ് ഇമ്പിഡൻസ്, ആ പോകുന്ന വഴിക്ക് ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇമ്പിഡൻസിനെയാണ് എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. എർത്ത് വയർ ഫ്രം ആൻ എക്യുപ്മെൻറ്റ് ടു ദ എർത്ത് ഇലക്ട്രോഡ് ഈസ് കോൾഡ് ആസ് എർത്ത് ലൂപ്പ്. ഒരു എക്യുപ്മെൻറ്റിൻ്റെ എർത്ത് വയർ എർത്ത് ഇലക്ട്രോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ വയറിനെയാണ് എർത്ത് ലൂപ്പ് എന്ന് പറയുക. എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് എന്ന് പറയുമ്പം ZE ഈസ് ദ ഇമ്പിഡൻസ് ഓഫ് ദ ഫോൾട്ട് കറണ്ട് പാത്ത്. ആ ഫോൾട്ട് കറണ്ട് എർത്ത് വയറിലൂടെ പോയിട്ട് എർത്ത് ഇലക്ട്രോഡിലേക്ക് പാസ് ചെയ്യുമ്പം ആ പാത്തിലുണ്ടാവുന്ന ഇമ്പിഡൻസ് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് എന്ന് പറയുക. It must be low enough to ensure that the protective devices like ELCB will operate within the specified time. അപ്പോൾ എന്തായിരിക്കണം? ഒരു വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. ഏതൊരു ELCB ആയാലും പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയാലും എന്ത് ചെയ്യണം? വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം, പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? പ്രോപ്പർ വർക്കിംഗ് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? അത്രയും സമയത്ത്, അതായത് ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പെസിഫൈഡ് ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ ഈ എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് ZEയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കണം? ലോ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ലോ ഇനഫ് ടു എൻഷുർ ദാറ്റ് ദ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ലൈക്ക് ELCB വിൽ ഓപ്പറേറ്റ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്പെസിഫൈഡ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കണം. ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ട്രിപ്പ് ആവണം. അങ്ങനെ എത്രയും പെട്ടെന്ന് ട്രിപ്പ് ആവണമെങ്കിൽ എന്ത് വേണം? ആ എർത്ത് ഫോൾട്ടിൻ്റെ ആ ലൂപ്പിൽ എന്തായിരിക്കണം? എർത്ത് പാത്തിൽ ഇമ്പിഡൻസ് വളരെ കുറവായിരിക്കണം. അപ്പോൾ ഇമ്പിഡൻസ് വളരെ കുറവാണെങ്കിൽ മാത്രമേ അതിലൂടെ പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്ത് പോവുകയുള്ളൂ, പെട്ടെന്ന് ട്രിപ്പ് ആവുകയും ചെയ്യുള്ളൂ. ZE ഇൻറ്റു ടൈം, അതായത് നമ്മുടെ
എർത്ത് ഫോൾട്ട് ഇമ്പിഡൻസും അതിലൂടെ പോകുന്ന കറണ്ടും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. കറണ്ട് ഇൻഡോ ഇമ്പിഡൻസ് ചെയ്താൽ വോൾട്ടേജ് കിട്ടും. ഈ വോൾട്ടേജ് ആ എർത്ത് പാത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 വോൾട്ടിനേക്കാളും കുറവേ വരാൻ പാടുള്ളൂ. ZE എന്ന് പറയുന്നത് എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് ഇൻ ഓംസ് ആൻഡ് IT എന്ന് പറയുന്നത് റേറ്റഡ് ട്രിപ്പിംഗ് കറണ്ട്. ട്രിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്, അതിലൂടെ എർത്ത് പാത്തിലൂടെ കടന്നു പോകുന്ന ട്രിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ടിനെയാണ് നമ്മൾ IT റേറ്റഡ് ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇൻ ആംബിയേഴ്സ്. അത് ആംബിയറിലായിരിക്കും മെഷർ ചെയ്യുക. അപ്പോൾ അത് രണ്ടിനെയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും 50 വോൾട്ടിനേക്കാളും താഴെ ആയിരിക്കണം. ഇതാണ് രണ്ട് ഫിഗർ കാണിച്ചിട്ടുള്ളത്. 2 പോൾ ELCB നമ്മൾ വീട്ടിൽ കണക്ട് ചെയ്യാറുള്ള 2 പോൾ ELCB സാധാരണ എല്ലായിടത്തും ഇതായിരിക്കും ഉണ്ടാവുക. ഇനി 3 ഫേസ് കണക്ഷൻ വരുന്ന കേസിൽ ഇതുപോലത്തെ 4 പോൾ ELCB ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. 2 പോൾ ELCB അത് ഒന്ന് ഫേസിനും ഒന്ന് ന്യൂട്രലിനായിരിക്കും. ഇവിടെ 4 ലീഡുകൾ കൊടുക്കാൻ വയ്യാത്ത കാരണമായിരിക്കും കണക്ഷൻ എന്ത് ചെയ്യും, ഒരൊറ്റ സ്വിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൺ ചെയ്യുന്നു ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് മൊത്തമായിട്ട് ട്രിപ്പായി പോകും.